ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ തൃശ്ശൂർക്കാണ് പോണത് കേട്ടോ. എൻ്റെ വീട് തൃശ്ശൂരാണ്, ചേട്ടൻ്റെ വീടാണ് വരാപ്പുഴയിൽ. അപ്പോൾ സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് 2 ദിവസം വീട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർക്ക് പോകാനായിട്ട് വരാപ്പുഴ ബസ്സിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ. മോന് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അവന് തലവേദന വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി. അങ്ങനെ ഞങ്ങൾ ബസ്സിലിരിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല തിളച്ച വെയിലാണ് കേട്ടോ. ഞങ്ങൾ നല്ല നട്ടുച്ച നേരത്താണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. ബസ്സിൽ ചെറിയ കാറ്റൊക്കെ ഉണ്ടെങ്കിലും നല്ല ചൂടാണ് ബസ്സിനകത്ത്. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം സന്തോഷമായിട്ടിരുന്നു. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ തളർച്ച വന്നു. അങ്ങനെ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചൊക്കെ ഒന്ന് കിടന്നു. അങ്ങനത്തെ ഞങ്ങൾ ആലുവ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലെത്തി. എത്തിക്കഴിഞ്ഞ് ഞങ്ങളുടെ തൃശ്ശൂർക്കുള്ള ബസ് നോക്കി നടക്കാണ് കേട്ടോ. അപ്പം അതേ നിൽക്കണു തൃശ്ശൂർക്കുള്ള ബസ്. വേഗം അതിൽ ചാടി കയറി. അങ്ങനെ ബസ്സിലാണെങ്കിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. സീറ്റെല്ലാം ഒഴിവായിരുന്നു കണ്ട, ഒരാൾ പോലും ഇല്ല. അപ്പം ഞങ്ങൾ സുഖമായിട്ട് ഞങ്ങൾ ഫ്രണ്ടിലുള്ള 2 സീറ്റിൽ 2 പേർക്ക് ഇരിക്കാവുന്ന ആ സീറ്റിൽ കയറിയിരുന്നു. അങ്ങനെ കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ കുറച്ച് സമയം കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, ചൂടിന് കുറവൊന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ് നല്ല സ്പീഡിലാണ് കേട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ ഒല്ലൂർ ചെന്നിറങ്ങി. അവിടെ ഞങ്ങൾ സൂഫി മന്തി എന്ന് പറയുന്ന ഒല്ലൂരുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടെ പോയി ഞങ്ങൾ അൽഫാം മന്തി വാങ്ങാൻ സൂഫി മന്തി. അവിടെ ഞങ്ങൾ അൽഫാം മന്തി വാങ്ങാനായിട്ട് കയറി. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കേണ്ട വന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് പേര് പാഴ്സൽ വാങ്ങാനായിട്ട് വന്നിരുന്നു. അതുകൊണ്ട് അരമണിക്കൂർ ഇരിക്കേണ്ട വന്നു. അങ്ങനെ അവസാനം കിട്ടി. അങ്ങനെ ഞങ്ങളുടെ പുഴമ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ പുഴമ്പള്ളം. അവിടെ ഞങ്ങളെത്തി. ഞങ്ങളുടെ വീട് എത്താറായിട്ടാ. വീടെത്തി. വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. മോനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. വിശന്നിട്ടാണെങ്കിൽ പാടില്ല. അപ്പം ഞങ്ങൾ മാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാഗിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ച് അത്യാവശ്യം വിശപ്പൊക്കെ അങ്ങനെ മാറ്റി. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലേക്ക് ആണ് ഞങ്ങൾ അൽഫാം മന്തി കഴിക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ അൽഫാം മന്തിയൊക്കെ എടുത്തു. അവർ പറഞ്ഞത് ഞങ്ങൾ ഹാഫാണ് വാങ്ങിയത് കേട്ടോ. ഹാഫാണ് വാങ്ങിയത്. അപ്പോൾ അത് 2 പേർക്ക് കഴിക്കാനുള്ള ഇതുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് അവർ. പക്ഷെ തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് 4 പേർക്ക് കഴിക്കാനുള്ള അത്രയും റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തത് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ റൈസ് പാത്രത്തിലൊക്കെ ഇട്ട് നോക്കിയപ്പോൾ നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല പോലെ കഴിച്ചു. അതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്തത് നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒക്കെ ഇട്ട് പാത്രത്തിലൊക്കെ എടുത്ത് എൻ്റെ മോനാണ് കേട്ടോ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയത്. അങ്ങനെ നല്ല ഗ്രില്ല് ചെയ്ത ചിക്കൻ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചോറ് ഒരുപാടുണ്ടായിരുന്നു. ആ ചോറ് നമുക്ക് വെറുതെ കഴിക്കാം. അത്രയും നല്ല റൈസായിരുന്നു. അത്രയും നല്ല രുചിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. മോനാണ് വിളമ്പണത് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പിന്നെ മുട്ട ഞങ്ങൾ വീട്ടിൽ പുഴുങ്ങിയതാണ് സ്പെഷ്യൽ ഞങ്ങളുടെ വീട്ടിലത്തെ. അപ്പം മുട്ടയൊക്കെ പുഴുങ്ങി. പിന്നെ അത് നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ നല്ല പോലെ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഇന്നാടെ അങ്ങനെ വാങ്ങിയിട്ട് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മടിച്ചാണ് ഞാൻ വാങ്ങിയത്. എന്നാലും ഇത് നല്ല പൊളി സാധനമായിരുന്നു. മോനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് അത് കഴിച്ചു. അങ്ങനെ മോന് ഒരുപാട് സന്തോഷമായിട്ടാണ്. നല്ല സന്തോഷമായിട്ട് കഴിക്കുകയാണ്. അങ്ങനെ ഓക്കെ, ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞു.